ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു കിടിലം ഒരു മാർക്കറ്റൊക്കെ ആയിരുന്നു. ഇന്ന് വലിയ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് ബെയറിഷ് റെഫറൻസ് ആ ഭാഗത്തൊക്കെ തന്നെയാണ് ഓപ്പൺ ചെയ്ത് താഴേക്ക് കയറി വന്നിട്ടില്ല. തിരിച്ച് POCക്ക് പോയി അതിന് ബുള്ളിഷിന്റെ അവിടെ വരെ ഒരു മൂവ്മെന്റ് നടത്തി. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയും ബെയറിഷ് റെഫറൻസ് കൂട്ടി താഴേക്ക് വന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ ഓപ്പണിംഗ് തന്നെ ഹിറ്റായി. സെക്കൻഡ് തിരിച്ച് വീണ്ടും മുകളിലോട്ട് കയറി POC ടച്ച് ചെയ്തു. അവിടെ നിന്ന് ഓൾമോസ്റ്റ് അവിടെ വന്ന് തിരിച്ച് വീണ്ടും ബെയറിഷ് റെഫറൻസ് കട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ടൊരു ട്രേഡ് നിഫ്റ്റിക്ക് കിട്ടിയില്ല, കാരണം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒന്ന് ഓൾമോസ്റ്റ് ആ സമയം കൊണ്ട് തന്നെ S1 അടിച്ചു. പക്ഷേ മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് കിടിലൻ ട്രേഡിംഗ് ആയിരുന്നു. നമ്മൾ ബെയറിഷ് റെഫറൻസ് ടിക്ക് ആയിട്ടില്ല, പകരം POC അവിടെ നേരെ ബുള്ളിഷ് കട്ട് ചെയ്തു. ബുള്ളിഷ് ഇന്നൊരു കിടിലൻ ട്രേഡ് മിഡ് ക്യാപ്പ് നിഫ്റ്റി കിട്ടിയൊരു കിടിലൻ ദിവസമായിരുന്നു കൃത്യമായിട്ട് കടന്നുപോയത്. അങ്ങനെ വലിയൊരു നേട്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് വന്നായിരുന്നു. പക്ഷെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ ആ റെഫറൻസ് ലെവലുകളെല്ലാം വായിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലേക്കുള്ള ആ ഒരു ചാർട്ട് നോക്കിയിട്ട് ആ ഒരു രീതിയിലേക്കൊക്കെ കൃത്യമായിട്ട് കിടക്കാം. അപ്പം നമ്മുടെ മെന്ററിംഗ് ബാച്ചിലുള്ള ആൾക്കാർക്ക് കിടിലമായിട്ടുള്ള രീതിയിലുള്ള ട്രേഡ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വയ്ക്കുമ്പോൾ നിങ്ങളത് കാണുന്നുണ്ടെന്ന് എനിക്ക് ഒരു ഇതുണ്ട്. നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി നോക്കി മിഡ് ക്യാപ്പ് ഒരു നോർമൽ ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ഇന്നലത്തെ ക്ലോസിങ്ങിന്റെ ഭാഗത്തൊക്കെ തന്നെ ഓപ്പൺ ചെയ്തു. ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. POC വന്നിരിക്കുന്നത് 13,523 ഭാഗത്താണ് POC. ഇപ്പൊ നമുക്കൊന്ന് ആദ്യം മിഡ് ക്യാപ്പിനൊന്ന് മാറ്റി POC ഇങ്ങോട്ട് മാറ്റാം. 13,523 ഭാഗത്തേക്ക് POC ഒന്ന് കൊണ്ടുപോകാം. 13,523 ഭാഗത്തേക്ക്. ഇന്നലത്തെ POC ഓൾമോസ്റ്റ് സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്ക് നോക്കാൻ നമ്മളെ ബുള്ളിഷ് റെഫറൻസ് ഒന്ന് മാറ്റി 13,625 മുകളിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് ബൈ ഉള്ളൂ. എത്രയാണ്? 13,625 മുകളിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈ മിഡ് ക്യാപ്പ് നിഫ്റ്റിക്ക് നിങ്ങൾ നോക്കാം. 13,625 മുകളിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ടാർഗറ്റ് എത്ര വരെ പോവാം? 13,680. നമ്മൾ ഇന്നലത്തെ സെക്കൻഡ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഇന്ന് 13,680 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R2 എന്ന് പറയുന്നത് 13,715 ഭാഗത്ത് 13,715. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുള്ള ഇതായിരിക്കും. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,755 എന്ന് പറഞ്ഞ ആ ഒരു നമ്പറിലേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ 13,625 മുകളിൽ മിഡ് ക്യാപ്പിൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് 13,680, 13,715, 13,755 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ബെയറിഷ് റെഫറൻസിന് ഒരു മാറ്റവും ഇല്ല. 13,448 താഴെ മാത്രം നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് ടാർഗറ്റ് 412, സെക്കൻഡ് ടാർഗറ്റ് 359, തേർഡ് ടാർഗറ്റ് 302. ഈ ഒരു ലെവലിലാണ് കൃത്യമായിട്ട് മിഡ് ക്യാപ്പിനും ഉള്ളത്. അപ്പം ഡൗൺ സൈഡ് റെഫറൻസ് ലെവൽ ഒരു മാറ്റവും ഇല്ല. അപ്സൈഡിന് മാത്രമേ ചെറിയൊരു ചേഞ്ചസ് മാർക്കറ്റിലുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ഒരു പക്ക ഒരു നോർമൽ ഡേ അല്ലെങ്കിൽ ഒരു നോർമൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നോർമൽ വേരിയേഷൻ ഡേ ആണ്. ആ ടാർഗറ്റ് ഒക്കെ കിട്ടിയെന്ന് ഇല്ല, പക്ഷെ ഒരു പക്ക ഒരു നോർമൽ വേരിയേഷൻ ഡേ ആണ്. POC വന്നേക്കുന്ന 58,045 അവിടെയാണ് POC. ഇപ്പൊ ഞാൻ ആ POC ഒന്ന് തട്ടി മുകളിലോട്ട് മാറ്റാം. 58,045 ഭാഗത്തേക്ക് POC വന്നു. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തു. ബുള്ളിഷ് റെഫറൻസിന് ഒരു മാറ്റമില്ല. 58,290 മുകളിലാണ് ബൈ. ടാർഗറ്റ് 429, 590, 789 എന്ന ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ഈ ബെയറിഷ് റെഫറൻസ് ഞാനൊന്ന് മാറ്റി 57,746 താഴെ നമുക്ക് ഇനി സെല്ലിംഗ് എടുക്കാം. എത്രയാണ്? 57,746.5 താഴെ നമുക്ക് മിഡ് ക്യാപ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് കൃത്യമായിട്ട് പറഞ്ഞത്? അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 57,585. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 57,600 ഭാഗത്ത് ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. 57,600 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് താഴെ നിൽക്കുമ്പോൾ 57,464. എത്രയാണ്? 57,464. 57,464 ഭാഗത്തേക്ക് വരാം. 464 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ നിൽക്കുമ്പോൾ നമ്മൾ ഇന്നലത്തെ സെക്കൻഡ് ടാർഗറ്റ് വന്ന ഏരിയയായ അത് 57,300. 57,300 എന്ന് പറഞ്ഞാൽ തേർഡ് ടാർഗറ്റ് ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 58,290 മുകളിൽ ബൈ,
57,745 താഴെ സെല്ല്. ഇത് കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് വർക്കാവും. കഴിഞ്ഞ കുറച്ച് ദിവസം പക്ക ഒരു റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റി പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ നേരത്തെ വന്ന ഹൈ അത് പൊട്ടാതെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൊമെന്റം ഞാൻ ഇനി പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസേ ബാങ്ക് നിഫ്റ്റി കൂടുതൽ കാണുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റി പക്ക ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. 25,735 ഭാഗത്താണ് പി ഒ സി. ഇപ്പൊ ഞാൻ അന്ന് പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 25,791 ഇന്നലെ. ഇന്ന് 25,735 ഭാഗത്തേക്ക് പി ഒ സി വന്നിരിക്കുന്നു. ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ് ഞാൻ കുറച്ച് മാറ്റമുണ്ട്. കാരണം നമ്മൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്ന ആ ലെവൽസ് ഒക്കെ ടച്ച് ചെയ്തത് കൊണ്ട് ഇനി ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ 25,650 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് എത്രയാണ് 25,650 25,650 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ടാർഗറ്റ് എങ്ങോട്ട് പോകും? 25,600 താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കും. 600 ഭാഗത്തേക്ക് വരാം. 25,600 എന്ന് പറഞ്ഞ ഒരു റൗണ്ട് നമ്പർ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. 25,600 ഭാഗത്തേക്ക്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്ന നമ്മൾ 25,555 ഭാഗത്തേക്ക് വരാം. അത്രയാണ് 25,550 ഭാഗത്തേക്ക് 25,550 ഭാഗത്തേക്ക് വരാനും. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 25,461 ഈ ഒരു പി ഒ സി 25,460 ഭാഗത്തേക്ക്. അപ്പോൾ 550 പൊട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ സെല്ലിംഗ് വരാം. 25,460 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 550 താഴെ ഒരു ഹെവി ഫോള് മാർക്കറ്റിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ അത് വേണമെങ്കിൽ 460 ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈ ആയ 25,855 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് എത്രയാണ് 25,855 മുകളിൽ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ആ ബൈ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് കൊണ്ടുപോകാം? ഫസ്റ്റ് ടാർഗറ്റ് 25,900 ഭാഗത്തേക്ക് എത്രയാണ് 25,910 25,913 എന്ന് പറഞ്ഞ ആ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 25,952 എത്രയാണ് R2 എന്ന് പറയുമ്പോൾ 25,952 25,952 ഭാഗത്തേക്കും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ R1 എന്ന സാധനം ഇപ്പം മാറി R2 എത്രയായി മാറി? R3 എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 26,000 R3 എന്ന് പറയുമ്പോൾ 26,007 ഇന്നലത്തെ R1 ഇന്നത്തെ R3 26,007 എന്ന് പറഞ്ഞ ആ ഒരു നമ്പറിന്റെ ഭാഗത്തേക്ക് ചുരുക്കി പറഞ്ഞാൽ പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കിക്കുകയാണെങ്കിൽ 25,525 25,855 മുകളിലാണ് ബൈ ഉള്ളത്. 25,650 താഴെ സെല്ലിംഗ് കൊടുക്കും. ഈ ലെവൽ വ്യക്തമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഒരു 5 മിനിറ്റ്സ് ചാർട്ട് എടുക്കുക, വാച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇന്ന് മോർണിംഗ് തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ അടിച്ചു. പിന്നെ ആ 650 താഴെ പോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓർത്തോളൂ 855നും 65550ക്കും ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നാളെ എക്സ്പയറി ഈ ഒരു ഭാഗത്തൊക്കെ 790 അല്ലെങ്കിൽ 800 ഭാഗത്തൊക്കെ തന്നെ നിഫ്റ്റിയുടെ എക്സ്പയർ വരാനുള്ള ചാൻസും വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. സോ ലെവൽ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റും കിട്ടും. ലോസ് വരുന്ന ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ ലോട്ട് സൈസ് കുറച്ച് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓർഡർ ചാർട്ടിങ്ങൾ ഓർഡർ ഫ്ലോ എടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഓർഡർ ഫ്ലോ ചാർട്ടും കൂടെ നിങ്ങൾ എടുത്ത് നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ഫ്ലോ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെ ഇനി ഒരു വീഡിയോയിൽ ഞാൻ ഓർഡർ ഫ്ലോ കുറിച്ച് പറയുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക.